എല്ലാവർക്കും iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 1 ആയിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്ന് പറയുമ്പം ഒരു AE ലെവൽ എക്സാംസിനും ഒക്കെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. എന്തിനാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്? നമ്മൾ വാട്ടർ സോഴ്സസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് വാട്ടർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വാട്ടർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ നമ്മൾ എന്തായിരിക്കണം, റിക്വയർഡായിട്ട് അഡിക്വേറ്റ് ആയിട്ട് വെള്ളം കിട്ടുന്ന ഒരു സോഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി സോഴ്സസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര വാട്ടർ നമ്മൾ അതിൽ നിന്ന് എടുക്കണം എന്നുള്ളതിനും ഒരു കണക്കുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ്റെ, ഏത് റീജിയൻ്റെ വാട്ടർ ഡിമാൻഡാണോ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ആ റീജിയനിലെ ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര വാട്ടർ ആ സോഴ്സിൽ നിന്നും എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എത്ര വാട്ടർ ഡിമാൻഡ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വരും എന്ന് മനസ്സിലാക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഈ മെത്തേഡ്സ് എല്ലാം ഇപ്പോൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂയെ പറയാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു എക്സാക്റ്റ് വാല്യൂ ഇത്ര വർഷം കഴിയുമ്പോൾ ഈ റീജിയനിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഗിവൺ ഡേറ്റാസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു അപ്രോക്സിമേഷൻ നടത്തി ഒരു വാല്യൂസ് അനലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം, പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? Design of water supply, it is based on the projected population of a particular city. അപ്പം ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ എത്ര വാട്ടർ നമ്മൾ കൊടുക്കണം എന്നുള്ളത് അവിടെ ഇനി അല്ലെങ്കിൽ ഏതൊരു വാട്ടർ സപ്ലൈ സ്കീം നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണെന്നെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ വാട്ടർ സപ്ലൈയുടെ കാര്യമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റിയിൽ ഒരു 10 വർഷത്തേക്ക്, ഇപ്പോൾ നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒന്നും അല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഡിസൈൻ പീരീഡ് വരെ ആ സ്ഥലത്തുള്ള പോപ്പുലേഷൻ എത്രമാത്രം വളരാം എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്ത് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. On the projected population of a particular city, any underestimated value will make the system inadequate. അപ്പോൾ നമ്മൾ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഡിസൈൻ ചെയ്തു, ഒരു 10 വർഷത്തേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വർഷത്തേക്ക് നമ്മളത് ആ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് നടത്തിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു അണ്ടർ എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ്. ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമ്മൾ 1 വർഷത്തേക്കല്ലല്ലോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഇനി അണ്ടർ എസ്റ്റിമേറ്റഡ് വാല്യൂ, ഇപ്പം നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ, ആ പോപ്പുലേഷൻ്റെ വാല്യൂ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാട്ടർ സപ്ലൈ ഇൻഅഡിക്വേറ്റ് ആയിട്ട് വരും. ഇനി ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ, റീജിയൻ്റെ പോപ്പുലേഷൻ വളരെ കൂടുതലാണെന്നുള്ള രീതിയിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് കോസ്റ്റ്ലി ആവും, അൺഎക്കണോമിക്കലാവും. ഓക്കെ, വളരെ വേസ്റ്റേജ് ഉണ്ടാവും. അപ്പം നമുക്ക് എന്താ വേണ്ടുന്നത്, നമ്മൾ ഒരുവിധം ആക്യുറേറ്റ് ആയിട്ട്, ഒത്തിരി ആക്യുറസി നമുക്ക് പറ്റത്തില്ല എങ്കിലും ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് ഏകദേശം വലിയ എക്കണോമിക്കോ ഒന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ചേഞ്ചസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി ഓവർ ദ ഇയേഴ്സ് ഒക്കർ ആൻഡ് ദ സിസ്റ്റം ഷുഡ് ബി ഡിസൈൻ ടേക്കിൻ ഇൻ ടു അക്കൗണ്ട് ഓഫ് ദ പോപ്പുലേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡിസൈൻ പീരീഡ്. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു വാട്ടർ സപ്ലൈ സ്കീം ഒരു 10-20 വർഷത്തേക്കൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ പീരീഡിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ആ പെർട്ടിക്കുലർ സിറ്റിയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ. സോ ആ ഒരു വാട്ടർ സപ്ലൈ സ്കീം അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡിസൈൻ പീരീഡിൻ്റെ എൻഡ് എത്തുമ്പോഴേക്കും ആ ഒരു സിറ്റിയിൽ ഇത്രമാത്രം പോപ്പുലേഷൻ ഇൻക്രീസ് ആയേക്കാം. ആ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ്റെ ഡിമാൻഡും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പിന്നെ ആ ഒരു വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിനെ പറ്റി പറയാനുള്ള ഇൻട്രൊഡക്ഷൻ. ഇനി ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ അത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തായിരിക്കും, അവിടുത്തെ ആളുകളുടെ ജനന നിരക്ക് അല്ലെങ്കിൽ ബർത്ത് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അവിടെ എത്ര പേര് മരിക്കുന്നു, ഒരു വർഷം എത്ര പേര് മരിക്കുന്നു, 10 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈം ഗ്യാപ്പിൽ എത്ര പേര് മരിക്കുന്നുണ്ടോ അത്. അപ്പോൾ ആ ഒരു ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്
ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യും. അത് കൂടാണ്ട് ആ ഒരു സിറ്റിയിലേക്ക് എത്ര പേര് മൈഗ്രേറ്റ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പോൾ ആ മൈഗ്രേഷനും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോയി. അപ്പം ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡ്യൂ ടു മൈഗ്രേഷൻ, ഇൻക്രീസും വരാം ഡിക്രീസും ഡ്യൂ, ആ സിറ്റിയിലേക്കും ആളുകൾ വരാം അല്ലെങ്കിൽ ആ സിറ്റിയിൽ നിന്നുള്ള ആളുകളും പോകാം. അപ്പം ഈ 3 ഫാക്ടേഴ്സാണ് മെയിനായിട്ട് നമ്മുടെ പോപ്പുലേഷനെ, ഒരു സിറ്റിയിലെ പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സം ഓഫ് ദീസ് മെത്തേഡ്സ് യൂസ്ഡ് വെൻ ദ ഡിസൈൻ പീരീഡ് ഇസ് സ്മോൾ ആൻഡ് സം ആർ യൂസ്ഡ് വെൻ ദ ഡിസൈൻ പീരീഡ്സ് ആർ ലാർജ്. ചില വാട്ടർ സപ്ലൈ സ്കീംസ് ഡിസൈൻ പീരീഡ് കുറച്ചുള്ളതായിരിക്കും, ചിലതെന്ന് വെച്ചാൽ ഡിസൈൻ പീരീഡ് കൂടുതലായിരിക്കും. അപ്പം അതിൻ്റെ ഓരോ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിനും വേരിയേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, the particular method to be adopted for a particular case or for a particular city depends largely upon the factors affecting the change in population. അപ്പോൾ നമ്മൾ പറഞ്ഞു ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇതൊക്കെ അവിടുത്തെ പോപ്പുലേഷൻ്റെ പോപ്പുലേഷനെ വ്യത്യാസപ്പെടുത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സാണ്. ആ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ ഏത് ഫാക്ടറാണ് കൂടുതൽ. ഇപ്പോൾ ബർത്ത് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അപ്പം ആ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉള്ള പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ദെൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഒരു മെത്തേഡും നമുക്ക് ഒരു ആക്യുറേറ്റ് വാല്യൂ തരും. ഇപ്പോൾ 10 വർഷം കഴിയുമ്പോൾ കറക്റ്റ് ഇത്ര പോപ്പുലേഷനെ ആ സിറ്റിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ കിട്ടത്തില്ല. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു എക്കണോമിക്കലായിട്ട് നമുക്കൊരു വാട്ടർ സപ്ലൈ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടാറുള്ളത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്തുള്ള കുറച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്, പിന്നെ ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ മെത്തേഡ് എന്ന് പറയും. പിന്നെ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, കമ്പറേറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്, മാസ്റ്റർ പ്ലാൻ മെത്തേഡ്, ലോജിസ്റ്റിക് കർവ് മെത്തേഡ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് സാധാരണയായിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അപ്പം ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് സാധാരണ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഈ ലെവൽ എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ അകത്തും ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലം ബേസ് ചോദിക്കാറുള്ളത്. പിന്നെ മറ്റ് മെത്തേഡ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി അതിൻ്റെ അകത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാറുള്ളത്. ഒബ്ജക്റ്റീവ് അല്ലാത്ത സാധാരണ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പ്രോബ്ലംസ് ചോദിക്കാറില്ല. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്. അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഓക്കെ പോപ്പുലേഷൻ ഇൻക്രീസസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. അപ്പോൾ ഇതെല്ലാം ഒരു അസംഷൻ്റെ ബേസിസിലാണ് ഈ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്ത് പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പോപ്പുലേഷൻ ഇൻക്രീസസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. That is, rate of change of population with respect to time is constant. dp/dt എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ മെത്തേഡ് ഏതൊക്കെ ടൈപ്പ് സിറ്റിയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പോപ്പുലേഷൻ rate of increase in population is constant. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന്. ദിസ് മെത്തേഡ് is suitable for large and old cities. കൺസിഡറബിൾ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ള ലാർജ് ആൻഡ് ഓൾഡ് സിറ്റീസിലാണ് ഈ പറഞ്ഞ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മളിതൊരു യങ് അല്ലെങ്കിൽ ന്യൂലി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയിലാണ് നമ്മൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ പോപ്പുലേഷനെക്കാട്ടിലും കുറച്ച് ചെറിയ വാല്യൂസേ അത് തരത്തുള്ളൂ.
ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ മെത്തേഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓൾഡ് ആൻഡ് ലാർജ് സിറ്റീസ് അല്ലെങ്കിൽ കൺസിഡറബിൾ ഡെവലപ്മെൻറ്റ് എത്തിയ സിറ്റീസിനാണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്മോൾ ആവറേജ് ഓർ കമ്പാരിറ്റീവ്ലി ന്യൂ സിറ്റീസ്, സ്മോൾ സിറ്റീസിലാണ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി പുതിയ സിറ്റീസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ കീപ് ലോവർ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ദാറ്റ് ആക്ച്വൽ വാല്യൂ. ഇപ്പം ഒരു ആക്ച്വൽ വാല്യൂവിനെക്കാട്ടിലും എപ്പോഴും ഒരു കുറച്ച് ചെറിയ പോപ്പുലേഷൻ അതിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി ഒരു കുറഞ്ഞ പോപ്പുലേഷനെ ഈ മെത്തേഡ് വഴി നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇസ് PN, അതായത് പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ്. നമ്മളോട് പറയുകയാണ് 10 വർഷത്തിന് ശേഷം, n ഡെക്കേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു 10 വർഷത്തിൻ്റെ ഒരു ക്ലസ്റ്ററാണ് പറയുന്നത്. ആഫ്റ്റർ 10 ഇയേഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ 1 ഡെക്കേഡ്, 1 ഡെക്കേഡ് കഴിയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സിറ്റിയിലെ പോപ്പുലേഷൻ ചോദിക്കുകയാണെന്ന് വെച്ചു. ഓക്കെ, ഇപ്പം സപ്പോസ് 2000 പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആഫ്റ്റർ 1 ഡെക്കേഡ്, അതായത് 2010 പോപ്പുലേഷനാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്പം 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെക്കേഡ് എന്ന് പറയുമ്പം ക്ലസ്റ്റർ ഓഫ് 10 ഇയേഴ്സ് ആണ്. അപ്പം 1 ഡെക്കേഡ് ആണെന്നുണ്ടെങ്കിൽ 10 വർഷം. അപ്പോൾ PN എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ഫോർകാസ്റ്റഡ് പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ്. നമുക്കതാണല്ലോ വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ 2000 പോപ്പുലേഷൻ വരെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. 2010 പോപ്പുലേഷൻ എന്താണ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PN എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഓഫ് ദ ഇയർ 2010 അല്ലെ, അതല്ലെങ്കിൽ നമുക്ക് പറയാം P ആഫ്റ്റർ n ഡെക്കേഡ്സ്, അതായത് 1 ഡെക്കേഡ് ഇവിടെ. ഓക്കെ, 2000 to 2010 എത്രയാണ്? 10 ഇയേഴ്സ്. സോ ഇറ്റ് ഈസ് 1 ഡെക്കേഡ്. അപ്പോൾ P എന്ന് പറയുമ്പോൾ അപ്പോൾ ഫോർകാസ്റ്റഡ് പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ്. ഇപ്പം 2 ആണ് എന്നിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആഫ്റ്റർ 20 ഇയേഴ്സ്. ഓക്കെ, 2 ഡെക്കേഡ്സ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 20 ഇയേഴ്സ്, അതായത് 2000 ആഫ്റ്റർ എന്നിൻ്റെ വാല്യൂ സപ്പോസ് ഇറ്റ് ഈസ് 2, 2 ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് 2000 പോപ്പുലേഷൻ നമുക്കുണ്ട്. ദെൻ ഇറ്റ് ഈസ് 2020 പോപ്പുലേഷനാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് P എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫോർകാസ്റ്റഡ് പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ് ഫ്രം ദ പ്രസൻറ്റ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് അറിയാൻ പറ്റിയ പോപ്പുലേഷൻ. ഇപ്പം 2000 പോപ്പുലേഷനാണ് നമുക്ക് നോൺ വാല്യൂ എന്നുണ്ടെങ്കിൽ ആ വർഷം തൊട്ട് n ഡെക്കേഡ്സിന് ശേഷമുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോപ്പുലേഷൻ, അതാണ് PN എന്ന് പറയുന്നത്. ഇനി P0 എന്ന് പറയുന്ന പോപ്പുലേഷൻ അറ്റ് പ്രസൻറ്റ്. ഇപ്പോൾ ഞാൻ 2000, 2020, 2000, 2010 വെച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ 2000 പോപ്പുലേഷനാണ് എന്ത്? P0 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പോപ്പുലേഷൻ അറ്റ് പ്രസൻറ്റ്. ദെൻ N എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡിക്കേഡ്സ് ബിറ്റ്വീൻ നൗ ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, ഇപ്പോൾ 2000 2020 ആണ് എടുക്കുന്നതെങ്കിൽ ഇത് തമ്മിൽ എത്ര ഡെക്കേഡ്സ് ഉണ്ട്? മൊത്തത്തിൽ 20 ഇയേഴ്സ് ഉണ്ട് അല്ലേ? തമ്മിൽ 20 ഇയേഴ്സ് ഉണ്ട്. അതായത് N is equal to 2. സോ N is the number of decades between now and future. ഇനി X bar എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ഇൻ ദ നോൺ ഡെക്കേഡ്സ്. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഈ ഒരു പോപ്പുലേഷൻ്റെ ഇൻക്രീസിൻ്റെ ആവറേജാണ് നമ്മൾ എക്സ് ബാർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ജസ്റ്റ് നോക്കാം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ പോപ്പുലേഷൻ ഓഫ് 5 ഡെക്കേഡ്സ് ഫ്രം 1930 to 1970 ആർ ഗിവൺ ബിലോ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1930 തൊട്ട് 1970 വരെയുള്ള പോപ്പുലേഷൻ്റെ വാല്യൂസ് ഉണ്ടല്ലോ, അതാണ് തന്നേക്കുന്നത്. ഓക്കെ, ഓരോ 10 വർഷം കൂടുമ്പോഴുള്ള പോപ്പുലേഷൻ്റെ വാല്യൂസ്. 1930 പോപ്പുലേഷൻ 25,000 ആയിരുന്നു. ഒരു പെർട്ടിക്കുലർ സിറ്റിയിലെ പോപ്പുലേഷൻ 25,000 ആയിരുന്നു. 1940 ആയപ്പോൾ അത് 28,000 ആയി. 1950 ആയപ്പോൾ 34,000 ആയി. 1960 അത് 42,000 ആയി. ആൻഡ് 1970 അതെന്താണ്? 47,000 ആയി. അപ്പോൾ നമ്മളോട് എന്താണ് ചോദിച്ചേക്കുന്നത്? ഇത് നമ്മുടെ കയ്യിലുള്ള ഗിവൺ വാല്യൂ ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ദ പോപ്പുലേഷൻ ഓഫ് 5 ഡെക്കേഡ്സ് ഫ്രം 1930 to 97 are given in the table. Find out the population after 1, 2 and 3 decades. Okay,
അപ്പോൾ ഈ ഒരു 1970 കഴിഞ്ഞ് ആഫ്റ്റർ 1 ഡെക്കേഡ്, അതായത് 1980 പോപ്പുലേഷൻ, ഓക്കെ, ആഫ്റ്റർ 1 ഡെക്കേഡ്, ആഫ്റ്റർ 2 ഡെക്കേഡ്സ്, അപ്പോൾ ആഫ്റ്റർ 1 ഡെക്കേഡ്സ്, ആഫ്റ്റർ 2 ഡെക്കേഡ് ആൻഡ് ആഫ്റ്റർ 3 ഡെക്കേഡ്സ്, ഓക്കെ. അപ്പോൾ ഈ 3 ഡിഫറെൻറ്റ് ഇയേഴ്സിൽ, അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് ഡെക്കേഡ്സിലെ പോപ്പുലേഷൻ, ഇയേഴ്സിൽ 3 ഡിഫറെൻറ്റ് ഡെക്കേഡ്സ് കഴിയുമ്പോഴുള്ള പോപ്പുലേഷനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, ഓക്കെ. സോ 1980 പോപ്പുലേഷൻ നമുക്ക് വേണം, ആഫ്റ്റർ 2 ഡെക്കേഡ്സ് 1990 പോപ്പുലേഷൻ നമുക്ക് വേണം, ആൻഡ് 2000 പോപ്പുലേഷനും നമുക്ക് വേണം, ഓക്കെ. സോ അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഗിവൺ ഡേറ്റയിൽ നമുക്ക് 1970 വരെയുള്ള പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, 1980 1990 2000 പോപ്പുലേഷനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ആഫ്റ്റർ 1, 2 ആൻഡ് 3 ഡെക്കേഡ്സ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇയർ 1930 പോപ്പുലേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ 25,000, ഓക്കെ. ആൻഡ് 1940 28, 1950 34,000, 1960 42,000, 1970 47,000. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അപ്പോൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം, ഓക്കെ. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് വൺ ഇവിടെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, 1930 to 1940 അത് 25,000 ആയിരുന്നു, അതെന്തായിട്ട് മാറി 28,000 ആയി. അപ്പോൾ ഇവിടുത്തെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയാണ്? ഇറ്റ് ഈസ് 3,000. ആൻഡ് 1940 to 1950 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയാണ്? ഇറ്റ് ഈസ് 6,000. 1950 to 1960 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 8,000. ആൻഡ് 1960 to 1970 ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 5,000. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ദ ആവറേജ് ഓഫ് ദിസ് വാല്യൂ, ഈ 4 വാല്യൂസിൻ്റെ ആവറേജ്, വിച്ച് ഈസ് എക്സ് ബാർ. ആവറേജ് ഇൻക്രീസ് പെർ ഡെക്കേഡ്. ആവറേജ് ഇൻക്രീസ് പെർ ഡെക്കേഡ് ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് 22,000/4. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 22,000 കിട്ടും. 22,000/4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,500 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും, വിച്ച് ഈസ് ദി ആവറേജ് ഇൻക്രീസ് പെർ ഡെക്കേഡ്. ഇതെന്താണ്? ആവറേജ് ഇൻക്രീസ് പെർ ഡെക്കേഡ്. ഓക്കെ. അപ്പോൾ ഇയർ തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിച്ചിട്ട് അതെന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് ഇൻക്രീസ് പെർ ഡെക്കേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ എക്സ് ബാർ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ വാസ് എന്തായിരുന്നു ഇക്വേഷൻ? ഇക്വേഷൻ വാസ് Pn is equal to P0 plus n into x bar ആയിരുന്നു അല്ലേ? Pn is equal to P0 plus n into x bar. അപ്പം Pn എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വർഷത്തെ പോപ്പുലേഷൻ, ഓക്കെ, നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യേണ്ട പോപ്പുലേഷനാണ് Pn. ഇനി P0 എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് അറിയാൻ പറ്റിയ 1970 പോപ്പുലേഷനാണ് ഫൈനലി നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്, ഓക്കെ. ഇപ്പോൾ 1930 ഉണ്ട്, 1940, 1950, 1960, 1970 ആണ് പ്രസൻറ്റ് നോൺ പോപ്പുലേഷൻ. അതെന്താണ്? 47,000. സോ ഇവിടുത്തെ P0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് 47,000. P0 വിൽ ബി, P0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 47,000 പ്ലസ് n ഇൻറ്റു എക്സ് ബാർ. n അതേപോലെ തന്നെ കിടക്കട്ടെ, n നമ്പർ ഓഫ് ഡെക്കേഡ്സ്, ആൻഡ് എക്സ് ബാർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇറ്റ് ഈസ് 5,500. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, നമ്മളിത് ചോദിച്ചേക്കുന്നത് എന്താണ്? ആഫ്റ്റർ 1 ഡെക്കേഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ 2 ഡെക്കേഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ 3 ഡെക്കേഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആഫ്റ്റർ 1 ഡെക്കേഡ് എത്ര ആയിരിക്കും വരിക? ആഫ്റ്റർ 1 ഡെക്കേഡ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ആഫ്റ്റർ 1 ഡെക്കേഡ്,
പോപ്പുലേഷൻ ആഫ്റ്റർ 1 decade എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? n വിൽ ബി 1 അല്ലേ? അപ്പം 47,000 പ്ലസ് 1 ഇൻറ്റു 5,500. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇറ്റ് ഈസ് 52,500 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത പോപ്പുലേഷൻ ആഫ്റ്റർ. അപ്പോൾ ഇത് പോപ്പുലേഷൻ ആഫ്റ്റർ 1 decade ആണ് നമുക്ക് കിട്ടിയത്. ഇനി പോപ്പുലേഷൻ ആഫ്റ്റർ 2 decades വരുമ്പോൾ എന്തായിരിക്കും? ഈ എന്നിൻ്റെ വാല്യൂ എന്തിട്ട് കൊടുക്കണം? 2 ആയിട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നോക്കാം. പോപ്പുലേഷൻ ആഫ്റ്റർ 2 decades. സോ ആഫ്റ്റർ 2 decades ആകുമ്പം ഇറ്റ് ഈസ് 47,000 പ്ലസ് 2 ഇൻറ്റു 5,500. So the answer is after 2 decades it will be 58,000. 58,000. And population after 3 decades ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തിട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 47,000 പ്ലസ് 3 ഇൻറ്റു 5,500. And the answer will be എന്താണ്? 63,500. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആഫ്റ്റർ 1 decade നമുക്ക് കിട്ടി 52,500 കിട്ടി. ആഫ്റ്റർ 2 decades നോക്കിയപ്പം ഇറ്റ് ഇസ് 58,000 കിട്ടി. ആൻഡ് ആഫ്റ്റർ 3 decades ഇറ്റ് ഇസ് 63,500. സോ ഇങ്ങനെയാണ് പോപ്പുലേഷൻ ആഫ്റ്റർ n decades നമ്മൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് വഴി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് വഴി ആഫ്റ്റർ പോപ്പുലേഷൻ ആഫ്റ്റർ ഫോർ ദ 3 decades ആഫ്റ്റർ 1 decade നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ആഫ്റ്റർ 1 decade നമുക്ക് കിട്ടി ഇറ്റ് വാസ് 52,500. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അതേ സ്റ്റെപ്സ് എല്ലാം ഉണ്ട്. സോ ആഫ്റ്റർ 1 decade നമുക്ക് കിട്ടി 52,500. ആഫ്റ്റർ 2 decades 52,500. ആഫ്റ്റർ 2 decades 58,500. ആൻഡ് ആഫ്റ്റർ 3 decades 63,500. അപ്പോൾ സ്റ്റെപ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ എന്താണ് ചെയ്തത്? ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിച്ചു. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആവറേജ് ഇൻക്രീസ് പെർ ഡെക്കേഡ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഇക്വേഷൻ്റെ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പോപ്പുലേഷൻ ആഫ്റ്റർ 1 decade 2 decade 3 decade. ഓക്കെ, അപ്പം ആ 3 decadesലെ പോപ്പുലേഷൻ കിട്ടി. ഇതാണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നും സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി കൂടുതൽ. കാരണം ചെറിയ വാല്യൂസൊക്കെ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അപ്പോൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് സിറ്റിയിലാണ് യൂസ് ചെയ്യുന്നത്? ഓൾഡ് ആൻഡ് ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്ത് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ആ 2 ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതിൽ നിന്നുള്ള പ്രോബ്ലംസും ഇത്രയും കാര്യങ്ങളാണ് സാധാരണ നമ്മൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ നിന്ന് ചോദിക്കാറുള്ളത്. സോ ഇനി നമുക്ക് നോക്കാം ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്. ഓക്കെ, ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്. സോ ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ മറ്റേ എന്തായിരുന്നു ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഇസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ? ഇറ്റ് ഇസ് ദ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് പോപ്പുലേഷൻ ഇൻക്രീസസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇവിടെ ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇറ്റ് ഇസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ഇസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ്. പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അരിത്തമെറ്റിക് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ ഇസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ഇസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ്. അപ്പം ഗ്രോത്ത് റേറ്റ് പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിൽ. ഇനി ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ന്യൂലി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസ്, ഓക്കെ, അതായത് ന്യൂ ഇൻഡസ്ട്രിയൽ ടൗൺസ് അല്ലെങ്കിൽ സ്മോൾ സിറ്റീസിലൊക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡാണ്. പിന്നെ ഇവിടുത്തെ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ യൂണിഫോം ഇൻക്രീസ് മെത്തേഡ് എന്നും പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യൂണിഫോം ഇൻക്രീസ് മെത്തേഡ്. ഇവിടെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിൻസ് ദിസ് മെത്തേഡ് ഗിവ്സ് ഹയർ വാല്യൂസ് ആൻഡ് ഹെൻസ് ഷുഡ് ബി അപ്ലൈഡ് ഫോർ എ
ന്യൂ ഇൻഡസ്ട്രിയൽ ടൗൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ന്യൂലി ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ ടൗൺസിനൊക്കെ അല്ലെങ്കിൽ ന്യൂലി ഡെവലപ്ഡ് സിറ്റീസിലൊക്കെ, മറ്റത് ഓൾഡ് സിറ്റീസിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിറ്റീസിൽ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അപ്പം ഒരു ഓവർസിയർ ലെവൽ എക്സാംസിനൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ന്യൂലി ഡെവലപ്ഡ് സിറ്റീസിൽ ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൾഡ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസിൽ ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പം ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൽ നിന്ന് ചോദിക്കാനുള്ള 2 പോയിന്റ്സ് ഇതാണ്. ഒന്ന് പെർസെൻറ്റേജ്, അതെന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ഇസ് അസ്യൂം ടു ബി കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂലി ഡെവലപ്ഡ് സിറ്റീസ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PN, നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ പോപ്പുലേഷൻ ആഫ്റ്റർ N ഡെക്കേഡ്സ്. നമുക്ക് N ഡെക്കേഡ്സിന് ശേഷം ഉണ്ടാകുക ഫോർകാസ്റ്റഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നതാണ് PN, വിച്ച് ഈസ് ഈക്വൽ ടു P0 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ P0 ഇസ് ദ ഇനീഷ്യൽ പോപ്പുലേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അറിയാൻ പറ്റിയ പോപ്പുലേഷൻ ഉണ്ടല്ലോ, നോൺ പോപ്പുലേഷൻ, അതാണ് P0 എന്ന് പറയുന്നത്. ഇൻറ്റു 1 + R/100. സോ ഇവിടെ അസ്യൂംഡ് ഗ്രോത്ത് റേറ്റ്. സോ ഓക്കെ, ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ആൻഡ് അസ്യൂംഡ് ഗ്രോത്ത് റേറ്റ് ആണ് R. സോ R/100 ദ ഹോൾ റേസ് ടു N എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡെക്കേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് എന്ന് ഇൻക്രീസ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ ചെയ്ത സെയിം പ്രോബ്ലം തന്നെ നമുക്ക് ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.